ഹായ് കുഞ്ഞുമക്കളെ, ഈശോ വിശേഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. മക്കളെ, സിസ്റ്ററിൻ്റെ കയ്യിൽ കുറച്ച് പെൻസിലുണ്ട്. ഓക്കെ, നല്ല സൂക്ഷിച്ച് നോക്കിക്കോ. ഈ പെൻസിലിന് ജീവനുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ നമുക്ക് ജീവനുണ്ട്, പെൻസിലിന് ജീവനില്ല. പക്ഷേ ഈ ജീവനില്ലാത്ത പെൻസിലിൽ നിന്ന് 1000 കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ ഈ പെൻസിൽ വെച്ചിട്ട് സിസ്റ്റർ പറയുവാണ്, അപ്പായുടെ ഫോൺ നമ്പർ ഒന്ന് ഈ പേപ്പറിലൊന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചാൽ ഏത് പെൻസിലെടുക്കും? ഈ പെൻസിലെടുക്കുമോ, ഇതെടുക്കുമോ? ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പറയുവാണ്, നിങ്ങളുടെ പേര് ഇതിലൊന്ന് എഴുതിത്താ, ഇതിൽ നിന്ന് പെൻസിലെടുത്ത് എന്ന് പറഞ്ഞാലോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ പെൻസിലോ ഇതോ എടുക്കും. ഇതെടുക്കോ? ഇല്ല അല്ലേ? കാരണം അതിന് മൂർച്ചയില്ല, ഷാർപ്പൻ ചെയ്തിട്ടില്ല. ഇതെടുക്കും. ഇത് ഡിമാൻഡഡ് അല്ല, ഇത് ഡിമാൻഡഡായി മാറും, എൻ്റെ കൈകളിലേക്ക് വരും, ഞാൻ നല്ല സുന്ദരമായിട്ട് എഴുതും അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഇത് മാറ്റി വെച്ച് ഇതെടുത്തത്? കാരണം ഇത് മൂർച്ച കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള ഡിസൈനിങ് അല്ല പ്രധാനം, അകമാണ് പ്രധാനം. പുറം വേണം, നമുക്ക് ഡിസൈൻ വൃത്തിയുണ്ട്, നീറ്റ്നെസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കും. അല്ലാതെ ചെളി പിടിച്ച് മൊത്തം അഴുക്കാണെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കും അല്ലേ, നമ്മൾ എടുക്കില്ല. അപ്പം പുറവും പ്രധാനമാണ്, പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് അകം. ഇതിലേതാ പ്രധാനം? ഇതിൻ്റെ അകത്തിരിക്കുന്ന ലെഡ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആശയങ്ങൾ എഴുതുന്നത്. ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളാണ്, മനസ്സാണ് പ്രധാനം. നമ്മുടെ സ്കിന്നിൻ്റെ കളറല്ല പ്രധാനം. ഓക്കെ, നമ്മുടെ പുരികം എങ്ങനെയാണ്, തലമുടി എങ്ങനെയാണ്, താടി എങ്ങനെയാണ്, നമ്മൾ വണ്ണമുണ്ടോ മെലിഞ്ഞിട്ടാണോ, അതിനേക്കാൾ പ്രധാനം നമ്മുടെ മനസ്സ്. ഓക്കെ, മനസ്സ് നമ്മൾ മെരുക്കിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്താ? നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ള്, നമ്മുടെ ആത്മാവ്, അതാണ് പ്രധാനം. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ്, ഈ പെൻസിൽ ഉപയോഗിച്ച് സിസ്റ്ററിന് ഇഷ്ടമുള്ള കാര്യം എഴുതാം അല്ലേ? അപ്പോൾ ജീവൻ തുടിക്കുന്ന ആശയങ്ങൾ, ഉൾക്കാഴ്ച തരുന്ന വലിയ വലിയ ആശയങ്ങൾ എഴുതാം, കണ്ടുപിടുത്തങ്ങൾ എഴുതാം. അതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, നിരാശ കൊണ്ടുവരുന്ന, പ്രതീക്ഷ കെടുത്തിക്കളയുന്ന വാക്കുകൾ എഴുതാം, മോശമായിട്ടുള്ള വാക്കുകൾ എഴുതാം, തെറി എഴുതി വയ്ക്കാം അല്ലേ? മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന, മുറിക്കുന്ന വാക്കുകളൊക്കെ നമുക്ക് എഴുതാം. എന്നാൽ മറുവശം ചിന്തിക്കുമ്പോഴോ നല്ല കാര്യങ്ങൾ എഴുതാം. അപ്പം എൻ്റെ ചോയ്സാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ നല്ലത് കൊടുക്കുന്ന ആളാകണോ, അതോ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്ന, കരയിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, മുറിവ് കൊടുക്കുന്ന വ്യക്തിയായി മാറണോ? എന്താകണം? സന്തോഷം വിളമ്പുന്ന ആളായി മാറണം അല്ലേ? ജീവിതം സുന്ദരമാകാൻ കുതിരയെ മെരുക്കിയെടുക്കുന്നത് പോലെ, ആനയെ മെരുക്കിയെടുക്കുന്നത് പോലെ നമ്മുടെ വികാരങ്ങൾ മെരുക്കിയെടുത്ത് ഇതുപോലെ ഷാപ്പാക്കി മാറ്റണം. ഓക്കെ, നല്ല മൂർച്ചയുള്ളതാക്കി മാറ്റണം. എങ്കിലേ നമ്മൾ ഡിമാൻഡഡ് ആകൂ. നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ നമ്മുടെ കൂട്ടുകാരും, നമ്മുടെ വീട്ടുകാരും, നാട്ടുകാരും, പള്ളിയിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മളെ ഇഷ്ടപ്പെടുത്തുള്ളൂ. ഓക്കെ, ഡിമാൻഡഡായി മാറണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ മക്കളെ? നമ്മൾ വളഞ്ഞിരുന്ന് വിളഞ്ഞ് വികൃതമായി പോവും. അതായത് തോന്നിയതുപോലെ വളരാൻ ചില മരത്തെ അനുവദിച്ചാൽ അതെങ്ങനെയെങ്കിലുമൊക്കെ പോവും. അതിൻ്റെ ഫ്രൂട്ട് വളരെ കുഞ്ഞായിരിക്കും, ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല. ഒക്കെ വളഞ്ഞിരിക്കുന്ന മരങ്ങളെ കണ്ടിട്ടില്ലേ? അപ്പോൾ സാധാരണഗതിയിൽ അങ്കിൾമാരൊക്കെ എന്നാ ചെയ്യും? വളരെ മൂർച്ചയുള്ള കത്തിയെടുത്ത് അതിനെ മുറിച്ച് കോടാലി വെച്ചോ അല്ലെങ്കിൽ അതിനെ വാള് വെച്ച് മുറിച്ച് അത് ഷേപ്പാക്കും. അപ്പോൾ ക്രമേണ നല്ല ഫലം കായ്ക്കും, പൊക്കത്തിൽ വളരും. ഇതുപോലെ നമ്മളും വെട്ടി ഒരുക്കി, ചെത്തി മിനുക്കി ഒരുക്കിയെടുക്കണം. അല്ലെങ്കിൽ തോന്നിയതുപോലെ ജീവിച്ചാൽ താൻ തോന്നികളായി മാറും. ഓക്കെ, തോന്നിയവാസികളായി മാറും. തോന്നിയത് ചെയ്യുന്നവനാരോ അവൻ തോന്നിയവാസി. അങ്ങനെ ആവണോ നമ്മൾ? ഇല്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം, റബ്ബർ ഉണ്ടാവുമല്ലോ, മക്കൾക്കുണ്ടാവും. അപ്പോൾ ഈ റബ്ബർ എന്നാ ചെയ്യണത്? പെൻസിൽ വെച്ച് കാര്യം എഴുതി, പക്ഷെ അത് തെറ്റിപ്പോയി. ഉടനെ ഇല്ല, ഞാൻ മാറ്റില്ല, ഞാൻ എഴുതി ഇനി ആരും തൊടണ്ട, ഇത് കറക്റ്റ് എന്ന് പറയുമോ? പക്ഷെ പെന്നാണെങ്കിലോ, നമ്മൾ ഒരു കാര്യം എഴുതിയാൽ നമുക്ക് വേഗം മായ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ പെൻസിൽ വെച്ച് എഴുതിയാലോ? നമ്മൾ പെന്ന് വെച്ച് എഴുതി നമ്മൾ എത്ര കൈവച്ച് വെച്ചാലും ശരിയാകത്തില്ല, റബ്ബർ വെച്ചാലും മായത്തില്ല. പക്ഷെ പെൻസിലിന് ഭയങ്കര എളിമയാണ്. ഇറ്റ്സ് ഓക്കെ, സാരമില്ല, എൻ്റെ ഭാഗത്ത് തെറ്റാണിങ്ങനെ, അത് മായ്ക്കും. ഇതുപോലെ മക്കൾ, നമുക്കെല്ലാം അറിയാമോ? ഈ ലോകത്തിലെ സകല കാര്യങ്ങളും അറിയാമോ? ഇല്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ, ചില കാര്യങ്ങൾ നമ്മൾ തെറ്റുപറ്റും. അപ്പോൾ സദയം
നമ്മൾ ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക. മറ്റുള്ളവർ കറക്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞു മക്കളല്ലേ, അപ്പം പറയും ഇതാണ് ശരി, അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകരുത് എന്നൊക്കെ നമ്മൾ മുതിർന്നവർ പറയും. അപ്പോഴൊക്കെ തട്ടിക്കയറണോ? ഇല്ല. നമ്മളത് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, ബഹുമാനിക്കുന്നു. മുതിർന്നവരൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാലിന്മേൽ കാല് കയറ്റിയിരിക്കത്തില്ല, നമ്മൾ എണീറ്റിക്കും. നമ്മൾ അച്ഛനോ സിസ്റ്ററോ മുതിർന്നവരൊക്കെ വരുമ്പോൾ സ്തുതി ഓടിപ്പോയി കൊടുക്കുന്നു. അതൊക്കെ നല്ല നല്ല ശീലങ്ങളാണ്. നമ്മൾ എളിമപ്പെടുന്നു, പെൻസിലിനെ പോലെ വിധേയപ്പെടുന്നു. ഓക്കെ, ഇങ്ങനെ വിധേയപ്പെടുമ്പോൾ ദൈവം കുറച്ചുകൂടി അനുഗ്രഹങ്ങൾ തലയിൽ ഒഴുക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിൻ്റ്, കട്ടർ എന്നാ സഹനമല്ലേ. ഈ പെൻസിലിനെ ഇങ്ങനെ അകത്ത് കയറ്റി കറക്കി എടുത്ത് മൂർച്ച കൂട്ടുമ്പോൾ പാവം പെൻസിലിന് വേദനിക്കും, സങ്കടം വരും, ഇഷ്ടമില്ല വേദനയിലൂടെ കടന്നു പോകാൻ. നമ്മുടെ ജീവിതത്തിലും വിഷമങ്ങൾ വരും. കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ പഠനമൊക്കെ ഭാരമായി മാറും. മറ്റുള്ളവരെ കേൾക്കുക, അനുസരിക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക, അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ചുകൂടി സുന്ദരമായി വരും. മാത്രമല്ല, നമ്മളിങ്ങനെ വെച്ചാണോ പെൻസിൽ കട്ട് ചെയ്യുന്നത്? ഇല്ലേ, പറ്റത്തില്ല. അപ്പോൾ എന്നാ ഇടതേ കൈ കൊണ്ട് പിടിക്കും, അതിൻ്റെ കൈക്കുള്ളിലാക്കി നമ്മൾ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രശ്നത്തിലൂടെ കടന്നു പോയാലും, ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ കുടുംബത്തിൻ്റെയോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഇതാരാ വിചാരിക്കുക, ഈ കൈ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൈയാണ്. നമ്മളിങ്ങനെ പൊതിഞ്ഞ് പിടിച്ചേക്കും. എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മളെ തള്ളിക്കളയില്ല. ആ പ്രോസസ്സിലൂടെ, പ്രക്രിയയിലൂടെ കടന്നു പോകാൻ നമ്മളെ സഹായിക്കും. എന്നിട്ട് ദൈവം എടുക്കുമ്പോൾ നമ്മൾ സുന്ദരമായി മാറുകയും ചെയ്യും. ദൈവത്തിൻ്റെ കൈ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ഓക്കെ, അപ്പോൾ വിചാരിക്കുക, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ അപ്പനായ എൻ്റെ അമ്മയായ ദൈവം ഒരിക്കലും കൈവിടില്ല, ഇതുപോലെ പൊതിഞ്ഞു പിടിക്കും. പിടികിട്ടിയോ? ഓക്കെ, ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി. പെൻസിൽ ആര് പിടിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അല്ലേ? പെൻസിൽ പിടിക്കാൻ പോലും അറിഞ്ഞൂടാത്ത ഒരു കുഞ്ഞ് പിടിച്ചിരുന്ന വലിയ വലിയ ഉൾക്കാഴ്ച തരുന്ന സംഭവങ്ങൾ ഉണ്ടാവുമോ? ഉദാഹരണം, ആർട്ടിസ്റ്റ് പടമൊക്കെ വരയ്ക്കില്ലേ, അവരുടെ കയ്യിൽ ഒരു പെൻസിൽ കൊടുത്താൽ പെൻസിൽ ഡ്രോയിങ് അവർ ചെയ്യും അല്ല, നല്ല മനോഹരമായിട്ടുള്ള ജീവൻ തുടിക്കുന്ന പടങ്ങൾ അവർ വരയ്ക്കും. എന്നാൽ പടത്തിൻ്റെ ABCD അറിയാത്തവരുടെ കയ്യിൽ കൊടുത്താലോ, അത് കുറച്ച് നല്ല എറിക്കുന്ന നല്ല അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരില്ല. അപ്പം നമ്മുടെ പെൻസിൽ, നമ്മുടെ ജീവിതമാകുന്ന പെൻസിൽ പിടിക്കേണ്ടത് ആരാ? വഴിയെ പോണ ആൾക്കാരൊന്നുമല്ല, ആരെങ്കിലും ഒന്നുമല്ല. നമ്മുടെ പെൻസിൽ പിടിക്കേണ്ടത് മുകളിലത്തെ നമ്മുടെ ദൈവത്തിനോട് പറയണം, ദൈവം എന്നെ പിടിച്ച്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് കേട്ടിട്ടില്ലേ, നമ്മൾ ബൈബിളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ദൈവം ഈ പെൻസിലാകുന്ന എന്നെ പിടിക്കണം, എന്നെ പിടിച്ച് എഴുതിപ്പിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചാലോ, ദൈവമേ എന്നെ എടുത്ത് പിടിക്കണേ, എന്നെ എടുത്ത് ഉപയോഗിക്കണേ, ഈശോ നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ എന്നെ പരിശീലിപ്പിക്കണമേ, നീ ആഗ്രഹിക്കുന്നത് മാത്രം ഞാൻ ചെയ്യട്ടെ. അങ്ങനെ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഈ എളിയ കുഞ്ഞിനെ എടുത്ത് ഉപയോഗിക്കണമേ. എന്ത് പ്രാർത്ഥനയല്ലേ? അപ്പോൾ ഈശോയോട് പറയണം, പെൻസിലാകുന്ന എന്നെ എടുത്ത് പിടിക്കണം, കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്നത് പോലെ എന്നെ എഴുതി വളരാനും ഉയരാനും ഒക്കെ സഹായിക്കണേ. അപ്പോൾ ഈശോ എടുത്ത് ഉപയോഗിക്കുന്ന പെൻസിലായി മാറട്ടെ. എളിമയും വിനയവും സഹനം വരുമ്പോൾ പിടിച്ചു നിൽക്കുന്ന, തളർന്നു പോകാതെ എപ്പോഴും ജില്ലായി നിൽക്കുന്ന മക്കളായി വളരട്ടെ. ഈശോ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ.